മഴക്കാലം ആയതോടുകൂടി വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ചാകര തന്നെയാണ്. പലയിടത്തും വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാകുന്നു. പഴയ വെള്ളച്ചാട്ടത്തിൽ വെള്ളം കൂടി മനോഹരമാകുന്നു. അപ്പോൾ അതുപോലെ ഇന്നും ഒരു വെള്ളച്ചാട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ഇതുള്ളത് പ്രദേശം എന്ന് പറയുന്നത് ചിറക്കരയാണ്. ചിറക്കര ആയിരവല്ലി ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ്. ചിറക്കര ആയിരവല്ലി ക്ഷേത്രമാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു നാഗത്തിൻ്റെ നല്ലൊരു പ്രതിഷ്ഠ തന്നെ ഉണ്ട്. ആ പ്രതിഷ്ഠയുടെ താഴെയായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടമുള്ളത്. നല്ല ആകാശവും നീലാകാശവും അതിലെ കാർമേഘങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. തോട് അങ്ങനെ നീണ്ടു പോവുകയാണ്. അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നതെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇതിൽ നിന്ന് ഒരു കൈത്തോടായി വന്ന് ഒരു വെള്ളച്ചാട്ടമായി മാറുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ കൂടുതൽ വിഷ്വൽ കാണാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങളവിടെ പോകുമ്പോൾ അവിടെ നീരൊഴുക്ക് കുറവാണ്. ചെറിയ രീതിയിലുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മഴയുള്ള സമയത്ത് ഇവിടെ നല്ല ഹൈറ്റിൽ വെള്ളം പൊങ്ങുകയും കുത്തി ഒലിച്ചു പോകുന്ന ഒരു പ്രദേശമാണ്. അങ്ങോട്ട് വരാടാ, അങ്ങോട്ട് വരാം. അവിടെ പോകല്ലേ, അവിടെ നിൽക്കണേ. പിള്ളേരവിടെ യോയോ കാണിക്കണം. ഇത് രണ്ട് ഭാഗത്തു നിന്നുള്ള രണ്ട് നീർച്ചാലുകൾ, തെക്കും വടക്കും എന്നുള്ള രണ്ട് ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി വരുന്നത് ഇവിടെ സംഗമിക്കുകയാണ്. ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി താഴോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ നിന്നും, ഈ സൈഡിൽ നിന്നും ഒരു ഉറവ വരുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ് വന്നാൽ ആരെങ്കിലും തിരക്കത്തില്ലേ വീട്ടിൽ? നമ്മളിന്നവിടെ ചെന്ന സമയത്ത് ഒന്ന് രണ്ട് സ്കൂൾ കുട്ടികൾ ഇവിടെ വെള്ളത്തിൽ നീന്തി കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവർ വീട്ടിലറിഞ്ഞിട്ടാണോ വന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഒഴുക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് സേഫാണ്. അതിൽ വീട്ടുകാർ ശ്രദ്ധിക്കുക.